നമസ്കാരം. കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ഇന്നെന്ത് സംഭവിച്ചു നോക്കാം. നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ. വെൽക്കം ടു 20th Hour. ബിഗ് ബോസ് താരം ബ്ലസ്ലി അറസ്റ്റിൽ. സൈബർ തട്ടിപ്പിലൂടെ പണം തട്ടിയെന്ന കേസിലാണ് ബ്ലസ്ലി അറസ്റ്റിലായിരിക്കുന്നത്. ബിഗ് ബോസ് സീസൺ 4-ലെ റണ്ണറപ്പായിരുന്ന ബ്ലസ്ലി എന്ന മുഹമ്മദ് ഡിലിജന്റിനെയാണ് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. ഗായകൻ, സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് ബ്ലസ്ലി. ബിഗ് ബോസിന് ശേഷം വിദേശ രാജ്യങ്ങളിലടക്കം ബ്ലസ്ലി ഷോകൾ അവതരിപ്പിച്ചിരുന്നു. കാക്കൂർ സ്വദേശിയായ യുവാവിൽ നിന്നും സൈബർ തട്ടിപ്പ് വഴി പണം തട്ടിയെന്നാണ് ബ്ലസ്ലിക്കെതിരെയുള്ള കേസ്. സൈബർ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ 6 ലക്ഷം രൂപ ക്രിപ്റ്റോ കറൻസിയാക്കി ചൈനയിലേക്ക് കടത്താൻ സഹായിച്ചത് ബ്ലസ്ലിയാണെന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തെളിഞ്ഞത്. ഇതോടെ കാക്കൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബിഗ് ബോസ് താരത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 3 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത്. അന്വേഷണം ബിഗ് ബോസ് താരത്തിലേക്ക് നീങ്ങിയപ്പോൾ ഇയാൾ ചൈനയിലായിരുന്നു. തുടർന്ന് ബ്ലസ്ലിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച പോലീസ് നാട്ടിലെത്തിയപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കോഴിക്കോട് കാക്കൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം പുരോഗമിക്കവേ സൈബർ ക്രിമിനലുകൾ തട്ടിപ്പ് പണം ക്രിപ്റ്റോ കറൻസിയാക്കി ചൈനയിലേക്കും കംബോഡിയയിലേക്കും കടത്തുന്നതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. കാക്കൂരിലെ യുവാവിൽ നിന്ന് 6 ലക്ഷം തട്ടിയെടുത്ത കേസിലെ അന്വേഷണത്തിൽ ബംഗളൂരുവിലെ ഒരാളുടെ അക്കൗണ്ടിലേക്കാണ് പണം പോയതെന്ന് കണ്ടെത്തി. ഇരിട്ടി സ്വദേശിയായ ആദിൽ എന്നയാളുടെ അക്കൗണ്ടിലാണ് പണം എത്തിയിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നും ചെക്ക് വഴി ഈ പണം പിൻവലിക്കുകയും ചെയ്തു. ഈ അക്കൗണ്ട് മാനേജ് ചെയ്തിരുന്നത് ബ്ലസ്ലിയും സഹദ് എന്നയാളുമാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ബ്ലസ്ലിയുടെ സുഹൃത്താണ് സഹദ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. തട്ടിയെടുത്ത 6 ലക്ഷം രൂപ ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റാനാണ് ബ്ലസ്ലി സഹായിച്ചത്. സൈബർ തട്ടിപ്പിന്റെ സൂത്രധാരന്മാർ അടങ്ങിയ റാക്കറ്റ് വളരെ വലുതാണെന്നാണ് പോലീസ് പറയുന്നത്. കേരള പോലീസിന്റെ ഓപ്പറേഷൻ സി ഹണ്ടിൽ ഒരു ദിവസം മാത്രം 250-ലധികം മലയാളികൾ പിടിയിലായിരുന്നു. ഗുരുതരമായ സൈബർ ക്രൈം കോഴിക്കോട് റൂറൽ മേഖലയിൽ വ്യാപകമായി നടക്കുന്നു എന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ബിഗ് ബോസ് താരത്തിലേക്ക് അടക്കം പരിശോധന എത്തിയത്. ബ്ലസ്ലിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. കണ്ണൂർ സെൻട്രൽ ജയിൽ കൊടും ക്രിമിനലുകളുടെ വിഹാര കേന്ദ്രമെന്ന കുപ്രസിദ്ധിയാർജിച്ച ജയിൽ. സ്വാധീനമുള്ള തടവുകാർക്കിവിടെ എന്തും ലഭിക്കും. കുറ്റിബീഡി മുതൽ കള്ളും കഞ്ചാവും വരെ. കൂറ്റൻ ചുറ്റുമതിലും ഇരുമ്പഴികളുമൊന്നും അതിന് തടസ്സമാവില്ല. കുറ്റവാളികൾക്ക് കയ്യെത്തും ദൂരത്ത് എല്ലാം കിട്ടുന്ന കണ്ണൂർ ജയിൽ മഹാത്മ്യം പലതും വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട്.
പാർട്ടി തടവുകാർക്ക് അടുക്കള, പോസ്റ്റിൽ ഒളിപ്പിച്ച ഫോൺ, എന്തിനാ ഇഷ്ട നേതാക്കളുടെ പടം വെച്ച ആരാധന പോലുമുണ്ട്. പരിശോധനയ്ക്ക് പെർമിഷൻ വേണമെന്ന തടവുകാരുടെ തിട്ടൂരമുള്ള ജയിൽ. കേട്ട് തഴമ്പിച്ചതുകൊണ്ട് വാർത്തയല്ലാതാവില്ലല്ലോ. ഇന്നലെയും പിടിച്ചിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മദ്യവും സിഗരറ്റും. 3 കുപ്പി മദ്യവും 3 പാക്കറ്റ് സിഗരറ്റുമാണ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3-ന് ജയിൽ ആശുപത്രിയുടെ മതിലിന് പിറകിൽ ശുചിമുറിക്കടുത്താണ് ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ അന്വേഷണം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. ഭർതൃപീഡനവും ഭർത്തൃ കുടുംബക്കാരുടെ പീഡനവും സഹിക്കാനാവാതെ ജീവനൊടുക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. എന്തുകൊണ്ട് ഇതിനൊരു അറുതി വരുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ യുവതികൾ ആത്മഹത്യയിൽ അഭയം തേടുന്നു? പ്രതിസന്ധി വരുമ്പോൾ പരിഹരിക്കാൻ നോക്കാതെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്നത് എന്തിനാണ്? ഒരുമിച്ച് ജീവിച്ചു പോവാൻ പറ്റാത്ത ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങി വരാൻ എന്താണ് നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക സ്ത്രീകൾക്കും പറ്റാത്തത്? മലപ്പുറം വേങ്ങരയിൽ ഭർതൃഗൃഹത്തിൽ യുവതി തൂങ്ങി മരിച്ചിരിക്കുന്നു. എന്താണ് ജലീസ എന്ന 31-കാരിക്ക് പറ്റിയത്? എന്തിനാണ് ആ യുവതി ആത്മഹത്യ ചെയ്തത്? മലപ്പുറത്തുള്ള ഭർതൃവീട്ടിലാണ് 31-കാരിയായ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വേങ്ങര കണ്ണമംഗലം ചേരൂർ മിനിക്കാപ്പ് സ്വദേശിയായ നിസാറിന്റെ ഭാര്യ ജലീസയാണ് മരിച്ചത്. രാവിലെ നമസ്കാരത്തിനായി ദിവസവും എണീക്കുന്ന ജലീസയെ ഇന്ന് കണ്ടില്ല. അതോടെയാണ് വീട്ടുകാർ ജലീസയെ തിരഞ്ഞിറങ്ങിയത്. അപ്പോഴാണ് വീടിന്റെ പിൻവശത്തുള്ള ഷെഡിലെ കഴുക്കോലിൽ തൂങ്ങിയാടിയ നിലയിൽ അവളുടെ മൃതദേഹം കണ്ടെത്തിയത്. യുവതിയുടെ ഭർത്താവ് നിസാർ വിദേശത്താണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിൽ ഭർതൃമാതാവുമായും ഭർതൃ സഹോദരിമാരുമായും വഴക്കുണ്ടായിരുന്നു. ഇത് ഇവിടെ പതിവാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. വഴക്കിനെ തുടർന്ന് ജലീസ വലിയ മാനസിക വിഷമത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇതായിരിക്കാം ജലീസ ജീവനൊടുക്കാൻ കാരണമെന്നാണ് കുടുംബം സംശയിക്കുന്നത്. 13 വർഷമായി ജലീസയുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 മക്കളുടെ അമ്മയുമാണ്. മരണത്തിൽ സംശയമാരോപിച്ച് യുവതിയുടെ കുടുംബമടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത അന്വേഷണവും തുടങ്ങി. കാൽഭാഗം നിലത്ത് തട്ടിയ നിലയിലായിരുന്നു മൃതദേഹമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം പറയുന്നത്. എന്താണ് ജലീസയ്ക്ക് സംഭവിച്ചത്? ഭർതൃകുടുംബക്കാരുടെ പീഡനമാണോ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. പ്രിയപ്പെട്ട പെൺകുട്ടികളെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഏതു പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട്. അത് കണ്ടെത്താതെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുകയല്ല വേണ്ടത്. പോരാടണം, മുന്നോട്ട് പോകണം.
തട്ടിക്കൊണ്ടുപോവാൻ ഭർത്താവിന്റെ കൊട്ടേഷൻ. കന്നഡ സിനിമ സീരിയൽ താരം ചൈത്രയെ തട്ടിക്കൊണ്ടുപോവാൻ ഭർത്താവും നിർമ്മാതാവുമായ ഹർഷവർദ്ധന്റെ കൊട്ടേഷൻ. ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് കുറച്ചു കാലമായി വേർപിരിഞ്ഞ് കഴിയുകയാണ് ചൈത്രയും ഹർഷവർദ്ധനും. ഭർത്താവും നിർമ്മാതാവുമായ ഹർഷവർദ്ധന്റെ നിർദ്ദേശാനുസരണമാണ് കൊട്ടേഷൻ സംഘം ചൈത്രയെ തട്ടിക്കൊണ്ടുപോയത്. 2023 ഇരുവരും വിവാഹിതരായത്. കഴിഞ്ഞ 8 മാസമായി ഇരുവരും വേർപിരിഞ്ഞാണ് കഴിഞ്ഞിരുന്നത്. വേർപിരിയലിന് ശേഷം ചൈത്ര സീരിയൽ മേഖലയിൽ സജീവമാകാനും തുടങ്ങി. 1.5 വയസ്സുള്ള ഏക മകളുടെ സംരക്ഷണം ലഭിക്കാൻ മകളെ വിട്ടുകിട്ടാൻ വേണ്ടിയാണ് ചൈത്രയെ തട്ടിക്കൊണ്ടുപോവാൻ ഭർത്താവ് കൊട്ടേഷൻ നൽകിയതെന്നാണ് പോലീസ് പറയുന്നത്. ചൈത്ര മൈസൂരുവിലേക്ക് ഷൂട്ടിങ്ങിനായി പോകുന്ന വേളയിലാണ് ഒരു സംഘം ഹർഷവർദ്ധന്റെ നിർദ്ദേശാനുസരണം ചൈത്രയെ തട്ടിക്കൊണ്ടുപോയത്. ഗുണ്ടാ സംഘത്തിന് ഇതിനായി ഹർഷവർദ്ധൻ 20,000 രൂപ അഡ്വാൻസ് നൽകിയെന്നും ലഭ്യമാകുന്ന വിവരമുണ്ട്. മൈസൂരു റോഡ് മെട്രോ സ്റ്റേഷന് സമീപത്ത് വെച്ച ചൈത്രയെ ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ചൈത്രയെ താൻ ഏൽപ്പിച്ച ഗുണ്ടാ സംഘം തട്ടിക്കൊണ്ടുപോയി എന്ന് ഉറപ്പാക്കിയ ഹർഷവർദ്ധൻ ചൈത്രയുടെ അമ്മയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. കുഞ്ഞിനെ താൻ പറയുന്ന സ്ഥലത്തെത്തിച്ചാൽ ചൈത്രയെ വിട്ടുതരുമെന്നും അർസികരെ എന്ന സ്ഥലത്ത് കുട്ടിയെ എത്തിക്കണമെന്നുമായിരുന്നു ആവശ്യം. കുട്ടിയെ എത്തിച്ചാൽ മാത്രമേ ചൈത്രയെ വിട്ടയക്കൂ എന്നുമായിരുന്നു ഹർഷവർദ്ധന്റെ ഭീഷണി. സംഭവത്തിൽ ചൈത്രയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ച് ജന്മം കൊടുത്ത മാതാപിതാക്കളെ നിഷ്കരുണം കൊലപ്പെടുത്തുന്ന മക്കളുടെ വാർത്ത കേട്ട് മരവിച്ച് കാണുമല്ലേ. മകൻ അച്ഛനെ വെട്ടിക്കൊന്നു, തലക്കടിച്ചു കൊന്നു, ഇങ്ങനെ തുടങ്ങി ദിവസവും ഇത്തരം വാർത്തകൾ. ഇന്നും മാറ്റമില്ല. വാർത്ത വരുന്നത് ഹോളിവുഡിൽ നിന്നാണ് എന്ന് മാത്രം. ഹോളിവുഡ് സംവിധായകനെയും ഭാര്യയെയും മകൻ കുത്തിക്കൊന്നു. പ്രശസ്ത ഹോളിവുഡ് സംവിധായകനും നടനുമായ റോബ് റെയ്നറെയും ഭാര്യ മിഷേലിനെയും വീട്ടിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട മകൻ നിക് റെയ്നറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകിട്ടോടെയാണ് വീട്ടിൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇരുവരുടെയും മൃതദേഹങ്ങളിൽ കുത്തേറ്റ പാടുകളുമുണ്ട്. റെയ്നറുടെ മകനും തിരക്കഥാകൃത്തുമായ നിക് റെയ്നറെ അറസ്റ്റ് ചെയ്തതായി ലോസ് ആഞ്ചലീസ് പോലീസ് മേധാവി ജിം മക്ഡൊണൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം റോബ് റെയ്നറുടെ സുഹൃത്തിന്റെ വീട്ടിൽ നടന്ന ഒരാഘോഷത്തിൽ റോബ് റെയ്നറും മകനും തമ്മിൽ കലഹമുണ്ടായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പോലീസിന് മൊഴി നൽകി. നിക് റെയ്നർ ലഹരിക്കടിമയാണെന്നും ഇത് ചോദ്യം ചെയ്ത് പല ദിവസങ്ങളിലും അച്ഛനും മകനും തമ്മിൽ വഴക്കുണ്ടാവാറുണ്ടെന്നും ഇവരുമായി ബന്ധപ്പെട്ട അടുത്ത സുഹൃത്തുക്കൾ പറയുന്നു. ഇത്തരത്തിലുണ്ടായ വഴക്കാണ് മാതാപിതാക്കളുടെ ജീവനെടുത്തതിൽ കലാശിച്ചത്. നിക് റെയ്നർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ്.
1980, 90കളിൽ ശ്രദ്ധേയമായ ഒട്ടേറെ സിനിമകൾ സംവിധാനം ചെയ്തതിലൂടെ സിനിമാ ആരാധകരുടെ ഏറെ പ്രിയപ്പെട്ട സംവിധായകനാണ് റോബ് റെയ്നർ. 1984 ഇറങ്ങിയ ദിസ് ഈസ് സ്പൈനൽ ടാപ്പ് ആണ് ആദ്യമായി അദ്ദേഹം സംവിധാനം ചെയ്തത്. 1970കളിലെ ക്ലാസിക് TV പരമ്പരയായ ഓൾ ഇൻ ദി ഫാമിലിയിലൂടെ നടനെന്ന നിലയിലും അദ്ദേഹം അംഗീകാരം നേടി. കോമഡി ഇതിഹാസമായ കാൾ റെയ്നറുടെ മകനാണ്. കൊല്ലപ്പെട്ട റെയ്നറുടെ ഭാര്യ മിഷേൽ സിംഗർ അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫർ കൂടിയാണ്. ലോസ് ആഞ്ചലസിലെ സാമൂഹിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും റെയ്നർ സജീവമായിരുന്നു. നടൻ, നിർമ്മാതാവ്, എഴുത്തുകാരൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് റോബ് റെയ്നർ. 1970കളിൽ പുറത്തിറങ്ങിയ ഓൾ ഇൻ ദി ഫാമിലി എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് അഭിനയ രംഗത്തേക്കും അദ്ദേഹം എത്തിയത്. പിന്നീട് സംവിധാനത്തിലേക്ക് മാറി. 1984 പുറത്തിറങ്ങിയ ദിസ് ഈസ് സ്പൈനൽ ടാപ്പ് പ്രധാന ചിത്രങ്ങളിൽ ഒന്നാണ്. മാർച്ചിലാണ് ബസ്റ്റീൽ സ്വദേശിയായ വിജിലിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. വിജിൽ എവിടെ പോയി? വിജിലിന് എന്ത് സംഭവിച്ചു? തിരോധാന കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും വിജിലിനെ കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. പിന്നീട് അന്വേഷണവും നിലച്ചു. ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന വിവരം വരുന്നു. കോഴിക്കോട് സരോവരത്ത് ചതുപ്പിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൾ കാണാതായ വിജിലിന്റേതാണ്. മാർച്ച് 24 രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷമാണ് വെസ്റ്റേൽ ചുങ്കം വേലത്തിപ്പടിക്കൽ വീട്ടിൽ KT വിജിൽ സ്വന്തം ബൈക്കിൽ വീട്ടിൽ നിന്നിറങ്ങിയത്. ഉച്ചയ്ക്ക് ഊണിനെത്താമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയ വിജിലിനായി അമ്മ ഭക്ഷണം വിളമ്പി കാത്തിരുന്നെങ്കിലും മകനെത്തിയില്ല. രാത്രിയായിട്ടും കാണാതായതോടെ എപ്പോഴും ഒപ്പമുണ്ടാകാറുള്ള സുഹൃത്തുക്കളെ വിളിച്ച് അന്വേഷിച്ചെങ്കിലും അവർക്കും വിവരമുണ്ടായിരുന്നില്ല. മകനെ കാണാതായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും മറ്റ് വിവരം ലഭിക്കാതിരുന്നതോടെ 2019 ഏപ്രിൽ 4 പിതാവ് വിജയൻ പോലീസിൽ പരാതി നൽകി. പക്ഷേ അന്വേഷണം എങ്ങും എത്തിയില്ല. വിജിലിനെ കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല. വർഷങ്ങൾക്ക് ശേഷം കേസ് അന്വേഷണം വീണ്ടും ആരംഭിച്ചു. അവിടെ നിന്നാണ് കേസിന്റെ ചുരുളഴിയുന്നതും വിജിലിന്റെ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം എത്തിയതും. അമിതമായ ലഹരി ഉപയോഗത്തിനിടെ വിജിൽ മരിച്ചു. പിന്നാലെ മൃതദേഹം സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചിട്ടെന്ന് സുഹൃത്തുക്കളായ നിഖിൽ, ദീപേഷ് എന്നിവർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. തുടർന്ന് ഇരുവരുടെ അറസ്റ്റും പോലീസ് രേഖപ്പെടുത്തി. സെപ്റ്റംബറിൽ സരോവരത്തിലെ ചതുപ്പിൽ നടത്തിയ തിരച്ചിലിൽ അസ്ഥികൾ കണ്ടെത്തി. തലയോട്ടിയുടെ മുകൾ ഭാഗവും ഇടത് കൈയുടെ മുകൾ ഭാഗവും വിരലുകളും ഒഴികെ ബാക്കി ശരീരത്തിലെ മുഴുവൻ അസ്ഥികളുമാണ് സരോവരം തണ്ണീർത്തടത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത്. 7ാം ദിവസം നടത്തിയ തിരച്ചിലിൽ 7 മീറ്റർ താഴ്ചയിൽ നിന്നാണ് 58 അസ്ഥികൾ കണ്ടെടുത്തത്. ഇപ്പോഴിതാ വർഷങ്ങൾ കൊണ്ടുള്ള അന്വേഷണത്തിന് ഉത്തരമായിരിക്കുന്നു. കണ്ണൂർ ഫോറൻസിക് ലാബിൽ നടത്തിയ DNA പരിശോധനയിൽ അസ്ഥികൾ കാണാതായ വിജിലിന്റേതാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു.
മലപ്പുറത്ത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന UKG വിദ്യാർത്ഥിനിയുടെ സ്വർണ്ണാഭരണം കവർന്ന കേസിലെ പ്രതി പിടിയിൽ. അരിമ്പ്ര പൂതപ്പനപ്പറമ്പിൽ തോരക്കാട്ട് ഉമ്മറാണ് അറസ്റ്റിലായത്. അരിമ്പ്ര പൂതനപ്പറമ്പിലാണ് സംഭവം. സ്കൂൾ ബസ്സിൽ പതിവായി പോകുന്ന കുട്ടികളുടെ സ്വർണ്ണാഭരണങ്ങൾ പ്രതി നേരത്തെ നോട്ടമിട്ടിരുന്നു. സംഭവ ദിവസം സ്കൂളിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോവുകയായിരുന്ന കുട്ടികളെ വഴിക്ക് കുറുകെയുള്ള വാഴത്തോട്ടത്തിലൂടെ മുഖം മറച്ചെത്തിയ പ്രതി ഭയപ്പെടുത്തി. തുടർന്ന് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് സ്വർണ്ണവള ബലമായി ഊരിയെടുക്കുകയായിരുന്നു. കറുത്ത ഷർട്ടും പാൻസും ധരിച്ച് മുഖം തുണികൊണ്ട് മറച്ചയാളാണ് വള തട്ടിയെടുത്തതെന്ന് കുട്ടികൾ പറഞ്ഞിരുന്നു. രക്ഷിതാക്കളുടെ പരാതിയിൽ കേസെടുത്ത കൊണ്ടോട്ടി പോലീസ് സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും കറുത്ത വസ്ത്രം ധരിച്ചയാളെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നാൽ വെള്ള ഷർട്ട് ധരിച്ചൊരാൾ കുട്ടികൾ ഇറങ്ങിയ ബസ് സ്റ്റോപ്പിന് മുൻപിലൂടെ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. കുട്ടികളുടെ മുൻപിലേക്ക് പ്രതി എടുത്തു ചാടുന്ന അവ്യക്ത ദൃശ്യങ്ങൾ ആവർത്തിച്ച് പരിശോധിച്ചപ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച തുമ്പ് ലഭിക്കുന്നത്. ഇതോടെ വെള്ള ഷർട്ട് ധരിച്ച ബസ് സ്റ്റോപ്പിലിരുന്നിരുന്ന അരിമ്പ്ര പൂതനപ്പറമ്പിൽ തോരക്കാട്ട് ഉമ്മറിലേക്ക് അന്വേഷണം എത്തുകയായിരുന്നു. പ്രതി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. സ്വർണ്ണവള കാവനൂരിലെ ഒരു കടയിൽ വിറ്റതായും കണ്ടെത്തി. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. കുറ്റകൃത്യങ്ങളുടെ കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം.